കുട്ടിക്ക് എല്ലാ സബ്ജക്റ്റും പഠിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ എഴുതാൻ പറ്റുന്നില്ല. റൈറ്റിംഗ് സ്കില്ല് കുറവാണ്. ഇതാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന 4 മെത്തേഡ്സ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. റൈറ്റിംഗ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുന്ന കാണാൻ പറ്റും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് മുതൽ ഒരു 15 മിനിറ്റ് വരെ ഇതിനു വേണ്ടി മാത്രം മാറ്റി വെക്കുക. എന്തെങ്കിലും എഴുതുക, ഒരു ഡയറി ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ജേർണലിങ്ങോ, അല്ലെങ്കിൽ നാളേക്ക് ചെയ്യാനുള്ള ഒരു ടു ഡു ലിസ്റ്റോ, അല്ലെങ്കിൽ നമ്മൾ ആ ദിവസം കണ്ട ഒരു റാൻഡം കാര്യത്തിനെ കുറിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു കാര്യം ഒരു 10 മിനിറ്റ് എഴുതുക. എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു ബിഗിനർ ആയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് റൈറ്റിംഗ് സ്കില്ല് കുറവുള്ള ഒരു സ്റ്റുഡൻറ്റ് ഇന്നാണ് എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ആ കുട്ടി എഴുതിയൊരു പാരഗ്രാഫിൻ്റെ ക്വാളിറ്റിയും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തിട്ട് നമ്മളൊരു 60ാമത്തെ ദിവസം, ഒരു 2 മാസം കഴിയുമ്പോൾ 60ാമത്തെ ദിവസം 10 മിനിറ്റ് കൊണ്ട് ആ കുട്ടി എഴുതിയ പാരഗ്രാഫിൻ്റെ ക്വാളിറ്റിയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. അതുപോലെ ചെയ്യാവുന്ന വേറൊരു കാര്യമാണ് ബുക്സ് നന്നായിട്ട് വായിക്കുക. അതും വേറെ വേറെ ഓതേഴ്സിൻ്റെ ബുക്സ് മാക്സിമം വായിക്കുക എന്നുള്ളത്. കാരണം ഓരോ ഓതേഴ്സിനും ഓരോ റൈറ്റിംഗ് സ്റ്റൈലാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കംഫർട്ട് ആയിട്ടുള്ള, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കണക്റ്റ് ആവുന്ന റൈറ്റിംഗ് സ്റ്റൈൽ ഏതാണെന്ന് മനസ്സിലാക്കാനും അതുപോലെ നമുക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ അഡാപ്റ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ബുക്സ് റീഡ് ചെയ്യുന്നതിലൂടെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ എഴുതുന്ന സമയത്ത് മാക്സിമം സെൻറ്റൻസ് ഷോർട്ടൻ ചെയ്യുക. അതായത് ഇപ്പോൾ വലിയ അർത്ഥമൊന്നും ഇല്ലാണ്ട് വലിയ സെൻറ്റൻസ് എഴുതി വെക്കുന്നതുകൊണ്ട് കാര്യമില്ല. നമുക്ക് ഈ ലാംഗ്വേജ് ഇപ്പോൾ എഴുത്താണെങ്കിലും വായനയാണെങ്കിലും സംസാരിക്കുകയാണെങ്കിലും ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആൻഡ് പ്രോപ്പർ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ എഴുതുന്ന സമയത്ത് മാക്സിമം ഷോർട്ടൻ ചെയ്യുക സെൻറ്റൻസ്. ഒരുപാട് വലിയ സെൻറ്റൻസ് എഴുതാണ്ട് ചെറിയ സെൻറ്റൻസ് വെച്ചിട്ട് കൃത്യമായിട്ട് നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതുക എന്നുള്ളതാണ്. അതുപോലെ മാക്സിമം ഫില്ലർ വേർഡ്സ് ഒഴിവാക്കുക. നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിലും എഴുതുമ്പോഴാണെങ്കിലും നമ്മൾ ഇടയ്ക്ക് ലൈക്ക്, ജസ്റ്റ്, വെരി, ദാറ്റ്, ലൈക്ക് ദാറ്റ് അതുപോലത്തെ വാക്കുകൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനത്തെ വേർഡ്സ് മാക്സിമം എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എഴുതുമ്പോൾ. അതുപോലെ നമ്മൾ എന്ത് കാര്യം എഴുതി കഴിഞ്ഞാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ നമ്മൾ മറന്നു പോകുന്നൊരു സ്റ്റെപ്പാണ് പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത്. പ്രൂഫ് റീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അതിൻ്റെ മെസ്സേജ് കൺവേ ആവുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. ഒന്ന് ഗ്രാമർ മിസ്റ്റേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതുപോലെ സ്ട്രക്ചർ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഈ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു റൈറ്റിങ്ങിൽ. നമ്മൾ വായിക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് എഴുതുവാണെങ്കിലും നമ്മൾ ലാസ്റ്റ് പ്രൂഫ് റീഡ് ചെയ്തതിന് ശേഷം മാത്രം അത് കംപ്ലീറ്റ് ചെയ്യുക. താങ്ക് യു.